നമസ്കാരം. നിങ്ങളിൽ പലവരും പല ബുദ്ധിമുട്ടുകളായിട്ടിരിക്കുന്നവരായിരിക്കും. സ്നേഹിച്ച ആളുകൾ നിങ്ങളെ വിട്ടുപോയി, അതല്ലെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളോട് സ്നേഹമില്ല, പല രീതിയിലും മോശമായി പെരുമാറുന്നു, സ്നേഹമില്ലാത്ത പോലെയൊക്കെ പെരുമാറുന്നു, അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അകന്നു പോകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരേനൊക്കെ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ടെക്നിക്കാണ് പറയുന്നത്. പല ആളുകളും പല ടെക്നിക്കും ചെയ്ത് ഒന്നും നടക്കാത്ത അവസ്ഥയുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട് നടക്കാത്തത്. ആ പറയുന്ന ടെക്നിക്കിൻ്റെ കുഴപ്പമല്ല, അത് ചെയ്യുന്നതിൽ വരുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ തീർച്ചയായും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതിന് പെട്ടെന്ന് നടക്കാനും ഇതിനെങ്ങനെയാണ് ചെയ്യേണ്ടതും പല കാര്യങ്ങളും നിങ്ങൾക്കത് നേടിയെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ വ്യക്തിയെ 100% നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയി മാറുകയും ചെയ്യും. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ 7 തവണ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ടോ ദേഷ്യപ്പെട്ടോ പെരുമാറുന്ന വ്യക്തി നല്ല രീതിയിൽ തിരിച്ചു ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 7 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ പാട് നമ്മളൊരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ടതാണ്. 7 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എന്നോട് വളരെ സന്തോഷമായിട്ടിപ്പോൾ ഇടപഴകുന്നു, എന്നോട് പെരുമാറുന്നു, വളരെ സ്നേഹത്തിലാണ് എന്നുള്ള ഈ കാര്യം 7 തവണ നമ്മൾ മനസ്സിൽ ആ ഒരു പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ വരണം. സ്നേഹത്തോടെ പെരുമാറുന്നതും സന്തോഷത്തോടെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ ഒരു 7 തവണ നമ്മളത് മനസ്സിൽ പറയുകയും വേണം, നമ്മളത് എഴുതി വെക്കുകയും വേണം. അങ്ങനെ നമ്മളോട് വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ പെരുമാറുന്നു എന്നുള്ളത് എഴുതി വെക്കുകയും വേണം. എന്നിട്ട് നമ്മൾ ഈ കണ്ണടച്ചിരുന്ന് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് എടുത്ത് വായിക്കുകയും വേണം. നമ്മൾ കണ്ണടച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് തുറന്നാൽ ഈ എഴുതി വെച്ചത് എടുത്ത് നമ്മൾ വായിക്കണം. വായിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഫീൽ അപ്പം കിട്ടണം. വളരെ സന്തോഷമായിട്ട് ഈ വ്യക്തി നമ്മളോട് ഇടപഴകുന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇതിനൊരു ഗുണം കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒരാഴ്ച ചെയ്തിട്ട് നമുക്ക് ഗുണമില്ല, ഒരു മെച്ചവും ഒരു മാറ്റവും കാണുന്നില്ല എന്ന് വെച്ച് നിങ്ങളത് ഒഴിവാക്കരുത്. അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ചില ആളുകൾ പകുതിയൊക്കെ ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി പോകും. അത് പല വീഡിയോസും കണ്ട് പല ടെക്നിക്കുകളും പല ആളുകളും ഉപയോഗിച്ച് നോക്കി അതൊന്നും ഒരു മെച്ചമില്ല എന്ന് തോന്നും. അത് എന്താ മെച്ചമില്ലാത്തത് കൊണ്ടല്ല, വീഡിയോ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പലതും നടക്കും. പക്ഷേ എന്താ വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് കൊണ്ടാണ് നമുക്കത് പലതും നടക്കാതെ വരുന്നത്. പിന്നെ പല ആളുകൾക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം മാനസികമായി എപ്പോഴും നമ്മളെ പിരിഞ്ഞ് അവർ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ നമ്മളവർ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അടുത്ത് പെരുമാറുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോട് ബന്ധമുണ്ട്, ഒരു തേർഡ് പാർട്ടീനായിട്ടൊരു ബന്ധമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ ആ ചിന്തകളായിരിക്കും എപ്പോഴും നമ്മളിൽ നിലനിൽക്കുക. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ചിന്തകൾ വരുന്ന കാരണം നമുക്കൊന്നും ഒരു കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് അതിന് ഫലം കിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്, ഈ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അതിന് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്കത് തുടർന്ന് കൊണ്ടുപോകാം. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലെ ടെൻഷനും കാര്യങ്ങളും ഭാരങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളത് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ. ഞാനീ പറഞ്ഞ പോലെ പല ആളുകളും അത് പാതി വഴിയിൽ നടക്കുന്നില്ല എന്ന് കരുതി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യാതെ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ചെയ്യേണ്ടത്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയോട് കൂടി ഇതെല്ലാം മനസ്സിലാക്കി സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.